തിരുവനന്തപുരത്ത് വിദേശ വനിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ചിറയൻകീഴ് അനസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം കേസുകളിൽ നിർണായക തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വർക്കല പോലീസ്. നിരവധി കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള അനസ് ലൈംഗികാതിക്രമ കേസുകളിലെ സ്ഥിരം കുറ്റവാളിയാണ്. മാർച്ച് 21-ാം തീയതി പാപനാശം ബീച്ചിന് സമീപമാണ് വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായത്. ആളൊഴിഞ്ഞ ഭാഗത്ത് കാത്തുനിന്ന് സ്ത്രീയെ കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനു പിന്നാലെ അനസ് ഒളിവിൽ പോയി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അക്രമി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വർക്കലയിലെത്തി. ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന മറ്റൊരു വിദേശ വനിതയെയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇവിടെ നിന്നും പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ അനസ് ചിറയൻകീഴിലെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് അക്രമിയെ ചിറയൻകീഴ് പോലീസ് സാഹസികമായി കീഴടക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ആറ്റിങ്ങൽ സബ് ജയിലിലേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. വർക്കലയിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്താനാണ് വർക്കല പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനസ് കാപ്പ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 4 കേസുകളിൽ ശിക്ഷ അനുഭവിച്ച ഇയാൾക്കെതിരെ നിരന്തരമായ ലൈംഗികാതിക്രമ പരാതികൾ ലഭിക്കാറുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത്തരം ദുരനുഭവം ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായി എന്ത് ചെയ്യാനാകുമെന്ന ആലോചനയിലാണ് പോലീസ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.